അമ്മായിയമ്മ അർജുനോട് പറഞ്ഞു, മോനെ എടാ, എന്നെ ഒരിടം വരെ നീ കൊണ്ടുപോകണം. പിന്നെ വേറെ ആരും അറിയാൻ പാടില്ല. എൻ്റെ മകളോ എൻ്റെ ഭർത്താവോ ഒന്നും അറിയില്ല കേട്ടോ. അല്ല അമ്മേ, നമ്മൾ എവിടെ പോന്നേ? അതൊക്കെ പിന്നെ പറയാം. നീ എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ? ശരിക്കും അമ്മായിയമ്മ എന്തിനു വിളിച്ചതായിരുന്നു? നമുക്ക് അർജുൻ്റെ മേലൊന്ന് കേട്ടു നോക്കാം. മാഡം, എൻ്റെ പേര് അർജുൻ. യഥാർത്ഥ പേരൊന്നുമല്ല കേട്ടോ. എനിക്ക് 27 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷത്തിൽ അധികമായി. ഞാൻ പ്രൈവറ്റ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഭാര്യയ്ക്കും ചെറിയൊരു ജോലിയുണ്ട്. ഞാൻ ശരിക്കും ഭാര്യയുടെ വീടിനടുത്ത് ഒരു വാടക വീടെടുത്താണ് വിവാഹം കഴിഞ്ഞ് 2ാം മാസം മുതൽ താമസിക്കുന്നത്. അതിന് കാരണം എനിക്ക് അമ്മയും പിന്നെ ഒരു ചേച്ചിയുമാണുള്ളത്. അച്ഛൻ നേരത്തെ മരിച്ചു പോയതാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോനെ ഇനി ഞാൻ പോയി ചേച്ചിക്ക് കൂട്ടായിട്ട് നിൽക്കട്ടെ. കാര്യം ചേച്ചി ഗൾഫിലാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിനെ നോക്കാൻ അമ്മയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെ അമ്മ പോയി. എല്ലാ ഞായറാഴ്ചയും ഞാനും ഭാര്യയും കൂടെ എൻ്റെ വീട്ടിൽ പോകും. അവിടെ എല്ലാം വൃത്തിയാക്കിയിടും. ഭാര്യയെ ഞാനുമല്ല വൃത്തിയാക്കുന്നത്. വൃത്തിയാക്കാൻ ഞങ്ങളുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ചേച്ചി വരും. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഭാര്യയും താമസിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാചകം ചെയ്യാൻ അറിയില്ല. പിന്നെ ഭാര്യയ്ക്ക് വലിയ പിടിയൊന്നുമില്ല. ഉണ്ടാക്കിയാലും അതിന് രുചിയുമില്ല. പിന്നെ ജോലി സ്ഥലത്തേക്ക് പോയിട്ട് വരാനും ഇത്തിരി ദൂരമുണ്ട്. ഇവിടെയാകുമ്പോൾ അമ്മായിമ്മയുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. വാടകയൊക്കെ ചെറുതായിട്ട് കൊടുത്താൽ മതി. വലിയൊരു വീട് വേണം. അങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ ഭാര്യയുടെ വീടിനടുത്തേക്ക് മാറിയത്. അപ്പോൾ അമ്മായിമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം 3 നേരം കഴിക്കാം. ഞങ്ങൾക്കിവിടെ ഒന്നും വെക്കണ്ട. രാത്രി വന്ന് കിടന്നാൽ മതി. നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. ഒരു 100-300 മീറ്ററേ ഉള്ളൂ ഭാര്യ വീടും ഈ വീടുമായിട്ട്. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും അത് കൺവീനിയൻ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ, അവർ ഒരു പാചക വിദഗ്ധയാണ്. പിന്നെ വാചകമടിയും ഇത്തിരി കൂടുതലാണ്. കണ്ടാലും നല്ല സുന്ദരിയാണ്. 50 വയസ്സ് ആയിട്ടില്ല, ആകാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ അമ്മായിച്ചൻ വയനാടാണ് വർക്ക് ചെയ്തത്. അദ്ദേഹത്തിന് ഇനി സർവീസ് 3 വർഷം കൂടെ ഉണ്ട്. അവിടെ ഇരുന്നിട്ടാകും റിട്ടയർ ചെയ്യുക. വല്ലപ്പോഴൊക്കെ മാത്രമേ വരികയുള്ളൂ. അദ്ദേഹം പാവമാണ്, സ്നേഹമുള്ളൊരു മനുഷ്യനുമാണ്. പിന്നെ ഞങ്ങളില്ലാത്ത സമയത്തും അച്ഛനില്ലാത്ത സമയത്തുമൊക്കെ അമ്മയ്ക്ക് കൂട്ടായിട്ട് സ്വന്തം അനിയത്തി വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരി ബന്ധുക്കാരുമായി സഹകരിച്ച് ജീവിക്കുന്ന ഒരു പ്രകൃതമാണ് അമ്മായിമ്മയുടേത്. എല്ലാം കൊണ്ടും സന്തോഷമാണ്. കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായി പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മായിമ്മ ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ വിളിച്ചു, എടാ മോനെ അർജുനെ, ഒരു കാര്യമുണ്ട്. നീ എൻ്റെ കൂടെ ഒരിടത്ത് വരെ വരണം. പക്ഷേ എൻ്റെ മകളോടോ മറ്റാരോടും പറയാൻ പാടില്ല. പിന്നെ ഇവിടെ എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവളോട് നീ പറയരുത്. ശരി, ഞാൻ പറയുന്നില്ല. എന്താ കാര്യം അത് ഞാൻ ഫോണിൽ കൂടെ പറയുന്നില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്ലാൻ ചെയ്ത് നമുക്ക് 2 പേർക്കും കൂടെ പോകണം. പക്ഷേ നീ എൻ്റെ കൂടെ വന്നെന്നും ഞാൻ നിൻ്റെ കൂടെ വന്നെന്നും ആരും അറിയാൻ പാടില്ല. അതെന്ത് രഹസ്യമാമേ? അതൊക്കെ ഞാൻ പറയാം. ഫോണിൽ കൂടെ അങ്ങ് പറയൂ. അവിടെ എപ്പോഴും ആളുകളില്ലേ? ആ, ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല. ഒരു ദിവസം നീ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് വാ. നിൻ്റെ വൈഫിനോട് പറയണ്ട. പിന്നെ എൻ്റെ അനിയത്തി ഇവിടെ ഇല്ലാത്ത ദിവസമായിരിക്കും ഞാൻ വിളിക്കുക. നീ ഒരുങ്ങിയിരുന്നു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ വിളിക്കും. എനിക്ക് നിന്നോട് സ്വകാര്യമായിട്ട് പറയേണ്ട കാര്യമാണ്. ഓക്കെ അമ്മേ, ഞാൻ വരാം. ചേടാ, ഇതെന്തായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടാ ഇന്ന് ഉച്ചയ്ക്ക് നീ വരാൻ. അങ്ങനെ 2:30 ആയപ്പോഴേക്കും ഞാൻ വീട്ടിൽ വന്നു. അപ്പോഴേക്കും കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയിരുന്നു. പിന്നെ വൈഫ് എന്തായാലും ഓഫീസിലാണല്ലോ, അവൾ 5 മണിയാവും വരാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തായാലും നേരത്തെ വന്നെന്ന് പറയാം. അപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടാ അതീവ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. വയനാട്ടിലുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതിന് വയനാട്ടിലെന്തോ അമ്മയ്ക്ക് പ്രശ്നം? എടാ വയനാട്ടിലല്ലേ നിൻ്റെ അമ്മായിച്ചൻ എൻ്റെ ഭർത്താവുള്ളത്? ആ, അച്ഛനെന്ത് പറ്റി? അച്ഛന് ഒന്നും പറ്റിയില്ല. എനിക്കാ പറ്റിയത്. അയാൾ എന്നെ ചതിച്ചു മോനെ. അച്ഛൻ എങ്ങനെ ചതിച്ചെന്ന് അമ്മ പറയുന്നത്? ഓ, ആണുങ്ങൾ എങ്ങനെയാ ചതിക്കുന്നത്? അത് നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. ഓ, അവനൊരു പുണ്യാളൻ. എടാ, അയാൾക്ക് അവിടെ വേറെ അഫയർ ഉണ്ടെന്ന്. അച്ഛനോ? പോമേ, അച്ഛനൊരു പാവമ്മ. അച്ഛൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, അച്ഛനവിടെ ക്വാർട്ടേഴ്സിലല്ലേ താമസിക്കുന്നത്. ക്വാർട്ടേഴ്സ്? എടാ, നമ്മൾ പോകുമ്പോഴൊക്കെ അങ്ങേര് ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണെന്ന് പറയും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അങ്ങേര് ക്വാർട്ടേഴ്സിലാണ്. പക്ഷേ അല്ലാത്ത സമയത്ത് അവിടെ ഒരു സ്ത്രീയുടെ കൂടെയാണ് താമസം. അവർക്ക് ഒരു മകനേ ഉള്ളൂ. ആ മകൻ വിദേശത്താണ്. പക്ഷേ ഇപ്പോൾ അങ്ങേര് ഓഫീസിൽ പോയിട്ട് വരുന്നതുമെല്ലാം അവളുടെ കൂടെ നിന്നാണ്. അന്തി ഉറങ്ങുന്നതും അവിടെ നിന്നാണ്. അമ്മയ്ക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് എങ്ങനെ വിവരം കിട്ടി? ആ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ട്. അവൾ ഇടയ്ക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കണ്ടിരുന്നു. ഇടയ്ക്ക് അവൾ
ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എൻ്റെ ഭർത്താവും ആ സ്ത്രീയും കൂടി നടക്കുന്നു. അതെല്ലാം എൻ്റെ കൂട്ടുകാരി കണ്ടു. അപ്പോൾ അവൾ ഓർത്തു വെറും ഫ്രണ്ട്സോ കൂടെ വർക്ക് ചെയ്യുന്നവരോ ആരെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷേ പിന്നീട് അവൾ 2-3 വട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവളൊന്ന് അന്വേഷിച്ചു. ഉറപ്പ് വരുത്തണമല്ലോ. ഉറപ്പ് വരുത്താതെ എന്നോട് പറയാൻ പറ്റില്ല. അങ്ങനെ ഉറപ്പ് വരുത്തിയപ്പോഴാണ് മോനെ അറിഞ്ഞത് അയാൾ മിക്ക ദിവസങ്ങളിലും ക്വാർട്ടേഴ്സിലില്ല, അവരുടെ വീട്ടിലാണ് താമസം. ഏതാണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നാട്ടുകാരും ഇപ്പോൾ അവരെ കാണാൻ തുടങ്ങി. എൻ്റെ അമ്മേ, ഇതൊക്കെ ഉള്ളതാണോ? ഉള്ളതാടാ, പച്ചയായ സത്യമാണ്. അപ്പോൾ അമ്മയുടെ മനസ്സിലെന്താ? നേരിട്ട് ചോദിച്ചാൽ പോരെ? നേരിട്ട് ചോദിക്കണ്ട, എനിക്ക് തെളിവ് വേണം. നമുക്ക് ആരോടും പറയാതെ വയനാട് വരെ പോകണം. പോയി രണ്ടിനെയും കൈയോട് പിടികൊള്ളണം. അമ്മ എങ്ങനെ പിടികൊണ്ടിട്ട് എന്ത് കാര്യമാണ്? അച്ഛൻ പറയുകയാണ്, എനിക്കിതിന് താല്പര്യമില്ല. നീ പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? ഞാൻ പോയിക്കോളാം, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ കാര്യം ഞാൻ ഡയറക്റ്റ് കണ്ടുപിടിച്ചെന്ന് അങ്ങേര് അറിയണം. എന്തൊരു അഭിനയമാണ് ഇത്! നമ്മൾ ഇനി അഥവാ അല്ലാതെ പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും പച്ചക്കള്ളമാണ്, അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല, എല്ലാം കിംവദന്തികളാണെന്നും. അതുകൊണ്ട് നേരിൽ പോയെന്ന് കാണണം. ബാക്കി എന്താണെന്ന് നമുക്കപ്പോൾ തീരുമാനിക്കാം. എന്നാലും അമ്മ വയനാടൊക്കെ പോയിട്ട് വരണമെന്നുണ്ടെങ്കിൽ 2-3 ദിവസം എടുക്കില്ലേ? എടുത്തോട്ടെ. പക്ഷെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് 2-3 ദിവസത്തേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ അവളും ചോദിക്കും, കുഞ്ഞമ്മയും ചോദിക്കും, എന്താണ്, എവിടാണ്, എങ്ങനെയാണെന്ന്. ഒരേ സമയത്ത് നമ്മൾ രണ്ടുപേരും കൂടെ മുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകില്ല, പിടിക്കപ്പെടും. എടാ, എന്താണെങ്കിലും നടത്തിയേ പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്യേ, തലേദിവസം നീ അങ്ങ് പോകൂ, പിറ്റേ ദിവസം ഞാൻ വന്നോളാം. അമ്മ എന്ത് പറഞ്ഞു വരും? അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. എൻ്റെ കൂട്ടുകാരികളൊക്കെ കോഴിക്കോടുണ്ട്. കാര്യം ഞാൻ കോഴിക്കോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവരിൽ ഒരാളുടെ മകളുടെ കല്യാണമാണെന്നോ മറ്റോ ഞാൻ പറഞ്ഞോളാം. പിന്നെ എൻ്റെ മോളുടെ സ്വഭാവം അറിയാമല്ലോ, അവൾ ഞാൻ പറയുമ്പോഴേക്കും കൂടുതൽ അന്വേഷിക്കില്ല. പിന്നെ എൻ്റെ അനിയത്തി മാത്രമായിരിക്കും ഭയങ്കരമായിട്ട് അന്വേഷിക്കുക. നിൻ്റെ ഒരു കൂട്ടുകാരൻ തൃശ്ശൂരില്ലേ, നീ വേണമെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയി നിന്നു, ഞാൻ തൃശ്ശൂർ ട്രെയിനിലിറങ്ങാം, എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞു. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ, എങ്ങനെയാണ് വേണ്ടെന്ന് പറയുക. അങ്ങനെ പ്ലാൻ പോലെ നടന്നു. അമ്മ കല്യാണമാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഇറങ്ങിയത്. എനിക്കാണെങ്കിൽ 3 ദിവസത്തെ ട്രെയിനിങ്. ഞാൻ പോകുന്നത് മംഗലാപുരത്ത്, അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ വൈഫാണെന്നുണ്ടെങ്കിൽ അവൾ ട്രെയിനി ആയതുകൊണ്ട് വളരെ തിരക്കാണ്. എൻ്റെ കാര്യങ്ങളൊന്നും അങ്ങനെ അന്വേഷിക്കാറില്ല, അതൊരു ഭാഗ്യം. അങ്ങനെ അമ്മ തൃശ്ശൂർ വന്നു. അമ്മയും കൂട്ടി ഞങ്ങൾ വയനാട്ടിലേക്ക് പോയി. രാത്രി ആകുമ്പോഴേക്കും അങ്ങ് ചെല്ലുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അതിന് രാത്രിയേക്കാൾ പറ്റിയൊരു സമയമില്ലല്ലോ. പിന്നെ എന്തായാലും അവിടെയുള്ള കൂട്ടുകാരെയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അവർക്ക് ഈ വീടും പരിസരമൊക്കെ അറിയാം. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം ഒരു ഇരുട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നു. അമ്മയുടെ കൂട്ടുകാരി ടൗണിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കാറിൽ കയറി, എന്നിട്ട് വഴി പറഞ്ഞു തന്നു. കാറ് ആ സ്ത്രീയുടെ വീടിനെ കുറച്ച് ഇപ്പുറത്ത് ഒതുക്കി നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന എൻ്റെ അമ്മായിമ്മയുടെ ഫ്രണ്ടാണ് ആ വീട്ടിലേക്ക് കയറിപ്പോയത്. അച്ഛൻ അവിടെ ഉണ്ടോ എന്നറിയിക്കുകയാണ് ലക്ഷ്യം. അവിടെ ചെന്ന് മുട്ടിയിട്ട് ശേഖരൻ സാർ ഇവിടെ ഉണ്ടോ, ഒരു ഔദ്യോഗിക കാര്യം പറയാനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മിസ് കോൾ അടിക്കാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മിസ് കോൾ വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട്ടുമുറ്റത്തേക്ക് ചെന്നു. അവിടെ വീട് തുറന്നിട്ടിരിക്കുകയാണ്. അച്ഛൻ അവിടെ ഒരു സോഫയിൽ ഇരിപ്പുണ്ട്. ആ സ്ത്രീ തൊട്ടടുത്ത് ചേർന്നിരിപ്പുണ്ട്. ഇരുട്ടത്ത് ഞങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാം. അവരോട് അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, എന്ത് ഒഫീഷ്യൽ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, എന്തിനാണ് വന്നത്, രാത്രിയാണോ വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒറ്റ നിമിഷമേ എടുത്തുള്ളൂ. അമ്മായിമ്മ കുതിച്ചു ചാടി അവിടേക്ക് ചെന്നു. അത് കഴിഞ്ഞിട്ട് അമ്മായച്ചന് കൊടുത്തു, മതി തീരുവോളം, കൊതി തീരുവോളം. ഞാനാണെങ്കിൽ ഒന്നും വേണ്ടിയില്ല, അമ്മ തടയാനും പോയില്ല. കാര്യം അമ്മയുടെ സംഹാര താണ്ഡവത്തിൽ അമ്മയെ തടയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. പിന്നെ ആ സ്ത്രീയും ഇതൊക്കെ കണ്ട് അന്താളിച്ച് നിൽക്കുകയാണ്. അവസാനം അച്ഛൻ ഒരു വല്ലാത്ത പരുവത്തിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, അമ്മേ ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായുള്ള ഒരു ഇടപെടലായിരുന്നല്ലോ, അതോടുകൂടി അച്ഛൻ 0 സൈസിലേക്ക് ചുരുങ്ങിപ്പോയി. ഞാൻ സമാധാനിപ്പിച്ചപ്പോൾ അമ്മയൊന്നടങ്ങി. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, ഇനി നിങ്ങൾ അങ്ങോട്ടേക്ക് വരികയേ വേണ്ട, നിങ്ങൾക്ക് ആ നാട്ടിൽ വരാം, എവിടെ വേണമെങ്കിലും താമസിക്കാം. പക്ഷേ എൻ്റെ വീട്ടിൽ ഇവിടെ കയറാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും അവിടെ കയറരുത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. നേരിട്ട് കണ്ട് ബോധ്യമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ വെറുതെ വിടുകയില്ല.
നേരിട്ട് കാണണമായിരുന്നു. കണ്ടു. നിങ്ങൾ ഞാൻ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. വാ മോനെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അമ്മയുടെ ദേഷ്യം ഒട്ടും അടങ്ങാത്തത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ അമ്മയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് വന്നു. അവിടെ അമ്മയുടെ കൂട്ടുകാരിയും ഹസ്ബൻഡും പിന്നെ അവരുടെ ഒരു മകളുമുണ്ട്. 2 പെൺമക്കളാണുള്ളത്. ഒരാൾ ദൂരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിൽ ഒരു ഗസ്റ്റ് റൂമുണ്ട്. അവിടേക്ക് ചെന്ന് അമ്മായിമ്മ പെട്ടെന്ന് കട്ടിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഞാനും പിന്നെ അവിടെ ഉള്ളവരുമെല്ലാം അമ്മായിമ്മയെ ആശ്വസിപ്പിച്ചു. പക്ഷേ അമ്മായിമ്മ ഒന്നും മിണ്ടിയില്ല. അമ്മ 1 മണിക്കൂറോളം കമിഴ്ന്ന് കിടന്നു. അത് കഴിഞ്ഞ ശേഷം തനിയെ എഴുന്നേറ്റു. എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. എനിക്ക് നന്നായി വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ കൂട്ടുകാരി ഓടി വന്നു. വാടി, വന്ന് കഴിക്ക്, കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പപ്പടം, അച്ചാറ്, നിനക്കിഷ്ടപ്പെട്ട എല്ലാം ഉണ്ട്, വാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിത് തന്നെയാണ് പ്രതീക്ഷിച്ചത്, എനിക്ക് കഞ്ഞി വേണമായിരുന്നു, നീ എൻ്റെ യഥാർത്ഥ കൂട്ടുകാരി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ തന്നെ അമ്മ ഫോണെടുത്ത് എൻ്റെ ഭാര്യയോടും പിന്നെ കുഞ്ഞമ്മയോടുമൊക്കെ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞു. അതറിഞ്ഞ് അവർ അമ്പരന്നു. എന്നാലും എന്ത് ചെയ്യാനാണ്, സത്യം അമ്മ പറഞ്ഞു. ഇത് സത്യമാണോ കള്ളമാണോ എന്നറിയാതെ എങ്ങനെയാണ് അവരോട് പറയുക? അവർക്കും കാര്യം മനസ്സിലായി. എന്തായാലും നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ മടക്കയാത്ര. പക്ഷേ കിടക്കാൻ നോക്കഴിഞ്ഞപ്പോഴേക്കുണ്ട് സ്ഥലമില്ലല്ലോ. ഞാൻ പറഞ്ഞ സാരമില്ല, ഞാൻ സോഫയിൽ കിടന്നോളാം, ഗസ്റ്റ് റൂമിൽ അമ്മായിമ്മ കിടന്നോട്ടെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, അതെന്തിനാടാ, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, കട്ടിലിൻ്റെ ഒരു സൈഡിൽ നീ വന്ന് കിടന്നു വച്ചിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ഭൂകമ്പവും സംഭവിക്കില്ല, ഇനി ഇതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാനാണ്, വന്ന് കിടക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ അമ്മ ശാസിച്ചു. ഒരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ, അതും മരം കൊച്ചുന്ന തണുപ്പും ആകെക്കൂടി സംഘർഷവും ക്ഷീണവും നിറഞ്ഞ അന്തരീക്ഷം. പക്ഷെ കിടന്നിട്ട് ഉറക്കമൊന്നും വരുന്നതുമില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നെ തോണ്ടി വിളിച്ചു. മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ചെയ്തത് ശരിയല്ലേടാ, നിനക്ക് എന്താ തോന്നുന്നേ, നീ പറ. അമ്മ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ആരാണെങ്കിലും ഇങ്ങനെ പെരുമാറൊക്കെയുള്ളൂ, കുറ്റം പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മ സമാധാനിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ ഏങ്ങലടിക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മ കരയാതിരിക്കെ, കരഞ്ഞിട്ട് എന്ത് ഗുണമാണുള്ളത്? എടാ മോനെ, നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്കിത്തിരി ഇളക്കവും ചാട്ടവും തുള്ളലും ഒക്കെ ഉള്ള ടൈപ്പാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ ഭർത്താവിനെ തന്നെ ഓർത്തിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നാഴികയ്ക്ക് 40 വട്ടം ദാമ്പത്യത്തിൻ്റെ മഹത്വം പറയും, അതും അധികം സംസാരിക്കില്ല. ആ വീട്ടിൽ ഞാൻ പറയുന്നതൊക്കെ അങ്ങേര് അനുസരിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ എന്താ ഓർക്കുക, ഞങ്ങൾ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുന്നല്ലേ. പക്ഷേ അങ്ങേര് അതിനിടയ്ക്ക് ഇത്രയും വലിയ ചതി കാണിക്കുമെന്ന് ആര് കണ്ടു? എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയാമോ? എൻ്റെ യൗവനം വെറുതെ പാഴായി പോയല്ലോ എന്നാണ്. അതും തമ്മ അങ്ങനെ പറഞ്ഞത്. എടാ, വിവാഹത്തിന് മുമ്പും വിവാഹശേഷവും ഒത്തിരി പുരുഷന്മാർക്ക് എന്നെ ഇഷ്ടമാണ്. അവർ ഡയറക്റ്റായിട്ട് തുറന്നു പറഞ്ഞതാണ്. ഇപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയതെന്താണ്? ഇങ്ങേര് പമ്മി ഇരുന്നിട്ട് ഇതെപ്പം തുടങ്ങിയാണെന്ന് ആർക്കറിയാം, പണ്ടേ കാണും. കാര്യം ഇങ്ങനെ ജോലി ചെയ്തതെല്ലാം വേറെ ഡിസ്ട്രിക്റ്റിലാണ്. ഒരിക്കലും ഇങ്ങേർക്ക് സ്വന്തം ജില്ലയിൽ ജോലി വേണ്ട, ട്രാൻസ്ഫർ കിട്ടിയാൽ ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇങ്ങേര് പണ്ട് തൊട്ടേ ഈ ഒരു പ്രവണത ഉള്ള ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ പല പങ്കാളികളുമായി അയാൾ ജീവിതം ആഘോഷിച്ചു. എനിക്കാണെങ്കിൽ ഒന്നുമില്ല, കഞ്ഞിയും പയറും മാത്രം ദിവസവും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഞാൻ പറ്റിക്കപ്പെടുകയല്ലേ? നല്ല പ്രായത്തിൽ ഞാനത് അറിഞ്ഞായിരുന്നെങ്കിൽ അങ്ങേരെ എടുത്ത് ഒരു ഏറ് വെച്ച് കൊടുത്തിട്ടില്ലേ? ഞാൻ എത്രയോ നല്ല സുന്ദരിമാരെന്നെ വിളിച്ചതാണ്. കല്യാണമൊന്നും വേണ്ടെങ്കിലും അവരുടെ കൂടെ ഞാനും വലിയ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൈസൂരോ എവിടെങ്കിലും പോയിട്ട് കറങ്ങി വന്നേനെ. എനിക്കും എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കാമായിരുന്നു. ഞാൻ പറ്റിക്കപ്പെടുകയായിരുന്നു മോനെ, പറ്റിക്കപ്പെടുകയാണ്. ഇത്തിരി നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മായിയമ്മ പെട്ടെന്ന് കട്ടിൽ എഴുന്നേറ്റിരുന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ ചോദിച്ചു, എന്താമേ? ഇനി ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കാൻ തീരുമാനിച്ചു. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അതെ, അയാൾ വരികയോ വരാതിരിക്കുകയോ പോവുകയോ പോകാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. ഇനിയിപ്പം വിവാഹമോചനത്തിന് പുറകെയൊന്നും ഞാൻ നടക്കുന്നില്ല. അങ്ങേരുമായി എനിക്ക് യാതൊരു ബന്ധവും ഇനി ഉണ്ടായിരിക്കുന്നതല്ല. പ്രായം ഇത്തിരി ഏറെ ആയതുകൊണ്ട്
പണ്ടത്തെ ഡിമാൻഡ് എനിക്ക് കാണില്ലായിരിക്കാം, പക്ഷേ എനിക്കിപ്പോഴും മോഹം തോന്നുന്ന ധാരാളം പുരുഷന്മാരുണ്ട്. അവർക്കും എന്നോട് ഇഷ്ടമാണ്. അതിൽ കുറച്ചെങ്കിലും ഞാനൊന്ന് ചുറ്റിക്കറങ്ങും. എൻ്റെ മകളെയോ മരുമകനെയോ എൻ്റെ അനിയത്തിയോ കുടുംബക്കാരെയോ ഒന്നും ഞാൻ ഇനി നോക്കുന്നില്ല. എനിക്ക് പേരുദോഷം വരട്ടെ, പ്രശ്നമില്ല. ഞാനിനി ഒരു കുടുംബിനിയല്ല, സ്വതന്ത്രമായി പാറി പറക്കുന്ന ഒരു പറവയാണ്. എന്തായാലും ഞാനിനി വീട്ടിൽ അടങ്ങിയിരിക്കില്ല. നിന്നോട് ഞാനിത് ആദ്യം പറയുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞാൻ എവിടെയെങ്കിലും കറങ്ങാൻ പോയി കഴിയുമ്പോഴേക്കും 5-6 ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ അമ്മായിയമ്മ എവിടെ എന്ന് നീ പറയരുത്. നീ നിൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ അനിയത്തിയും ചേർന്ന് എനിക്ക് സദാചാര ക്ലാസ് എടുക്കാൻ വരരുത്. ബന്ധുക്കളും വരരുത്. എന്നെ ഇനി പിടിച്ചാൽ കിട്ടില്ല. നാളെ മുതൽ ഞാൻ പുതിയൊരു സ്ത്രീയാണ്. നാളെ എന്തിനാക്കുന്നത്? ഈ നിമിഷം മുതൽ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇറങ്ങി ഞാൻ കറങ്ങി ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കും. അമ്മേ, വെറുതെ കാട് കയറി ചിന്തിക്കാതെ അച്ഛനോട് അങ്ങ് ക്ഷമിക്കും. അച്ഛനോട് ഞാൻ ക്ഷമിക്കും. എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇപ്പം അച്ഛന് കൊടുത്ത പോലെ നിനക്ക് കിട്ടുന്നത് കാണണോ? എടാ, ഇനി ആരോടും ക്ഷമയില്ല. അന്ന് അമ്മ അച്ഛനെ ഡൈവേഴ്സ് ചെയ്തിട്ട് പുതിയൊരു കല്യാണം കഴിക്കും. ഓ, എന്തിനാ കല്യാണം കഴിക്കുന്നതും? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്കൊരാളെ മാത്രമേ കൂട്ടുകിട്ടുകയുള്ളൂ. ഇത് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും അങ്ങേരെ പോലെ നന്നായി ഒന്ന് അറുമാദിക്കണം. അതിനുള്ള ചാൻസ് ഞാൻ ഇനി കളയില്ല. എന്ന് വെച്ചിട്ട് രഹസ്യമായിട്ട് മാത്രമേ ഞാൻ കാണുകയുള്ളൂ. എങ്കിലും നിന്നോട് നേരത്തെ ഞാൻ പറഞ്ഞതാണ്, അമ്മായിമ്മ മൂലം നിനക്ക് പ്രശ്നം ഉണ്ടായെന്ന് നീ അവസാനം പറയരുത്. അമ്മ എന്തൊക്കെയായി പറഞ്ഞത്? എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇതിൽ കൂടുതൽ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ മനസ്സിലാക്കണ്ട. നിന്നേക്കാൾ നല്ല കിളന്ന ചെക്കന്മാരുടെ കൂടെ ഞാൻ ബൈക്കിൽ പോകും, കാറിൽ പോകും. അങ്ങനെ പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി നടക്കുമ്പോഴേക്കും നീ അസൂയോടുകൂടി നോക്കരുത്. പിന്നെ എനിക്കെന്താ അസൂയ? അമ്മ എവിടെ പോയാലും അമ്മയ്ക്ക് പേരുദോഷം ഉണ്ടാകും, അത്രയേ ഉള്ളൂ. എടാ, എനിക്ക് പേരുദോഷം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്കിനി ഒന്നും നോക്കേണ്ട കാര്യമില്ല. മാക്സിമം അർമാദിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. ഞാനിപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു ചിരിച്ചു. അപ്പോഴേക്കും അമ്മാവൻ പറഞ്ഞു, എടാ, നിനക്ക് ഒന്നും അറിയില്ല. നിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചെക്കനില്ലേ, ജോബിന്, നിൻ്റെ കൂടെ ഇടയ്ക്ക് വീട്ടിൽ വരുമല്ലോ. അവൻ എനിക്ക് അയച്ച പ്രണയലേഖനം നിനക്ക് വാട്സാപ്പിൽ കാണണോ? കാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു. ജോബിൻ, ഹായ് ആൻറ്റി, എന്തുണ്ട്? ആൻറ്റി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പഴയ നടിയെ ഓർമ്മ വന്നു. ആൻറ്റി എന്താ ഇട്ടേക്കുന്നത്? ആൻറ്റിയുടെ ഇഷ്ട ഡ്രസ്സ് എന്താണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ചാറ്റുകൾ. അമ്മ മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഷെടാ, ഇവൻ വീട്ടിൽ വന്നത് ഇതിനായിരുന്നു. കണ്ടോടാ, ഇതുപോലെ 100,000 ചാറ്റുകളുണ്ട്. എല്ലാം ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്തതാണ്. അവൻ എന്തായാലും നിന്നേക്കാൾ നല്ലൊരു പയ്യനാണ്. നല്ല ഗ്ലാമർ, പരസ്യത്തിലൊക്കെ കാണുന്ന പുരുഷന്മാരെ പിള്ളിരിക്കും. അത് മാത്രമല്ല നല്ല ജിമ്മൻ. നിനക്ക് ജിമ്മുണ്ടോടാ? നീ ജിമ്മിൽ പോയിട്ടുണ്ടോ? അമ്മേ, ഞാൻ പണ്ട് ജിമ്മിൽ പോയിരുന്നു. പണ്ട് ജിമ്മിൽ പോയി. ഇപ്പം എന്നിട്ട് മസിലൊന്നും കാണാനില്ലല്ലോ. നിൻ്റെ മസിലൊന്നും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ കൈ മസിലുകളിൽ അമ്മായിമ്മ അമർത്തി. ഓ, ഇത് മസിലല്ല. അവൻ്റെ ആണെങ്കിലല്ലേ നല്ല 10 കിലോ വെയിറ്റ് ഇട്ട് അടിച്ചുരുട്ടി കയറ്റി വെച്ചേക്കാണ്. ഓ, എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അമ്മ എങ്ങനെ കണ്ടു അവൻ്റെ മസിൽ? അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോറ് വിളമ്പി കൊടുത്തിട്ടില്ലേ? ഞാൻ കണ്ടു. ഓ, അടിപൊളിയൊരു പയ്യൻ. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ ഞാൻ വഴക്ക് പറയുക ചെയ്തത്. പക്ഷേ അന്നത് അക്സെപ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കിടന്ന് കരയേണ്ടി വരില്ലായിരുന്നു. അവൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേക്കും എനിക്ക് കരയാമായിരുന്നു. വേറെ കരച്ചിൽ, സന്തോഷക്കരച്ചിൽ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, നിൻ്റെ ഫ്രണ്ട് ജോബിനാണ് എൻ്റെ ആദ്യത്തെ സൗഹൃദ പുരുഷൻ. അവനുമായിട്ട് ഞാനൊന്ന് കറങ്ങാൻ പോകും. നിനക്ക് അസൂയൊന്നുമില്ലല്ലോ? നീ ആരോട് പറയല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ? അമ്മയ്ക്ക് നാട്ടുകാരും വീട്ടുകാരും അറിയാത്ത ആരുടെയെങ്കിലും സൗഹൃദം പുലർത്തി എവിടെയെങ്കിലും പോകൂ. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പോയാൽ മതി. എൻ്റെ അവസ്ഥ നിനക്കൊരു പ്രശ്നമല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ഓക്കെ ആകുമോ? അമ്മ എന്താ പറയുന്നത്? എടാ, ഇന്ന് രാത്രി എനിക്കെൻ്റെ ദുഃഖത്തിൻ്റെ കണ്ണുനീർ കഴുകിക്കളയണം. എനിക്ക് ഇനി കരയാൻ വയ്യ. ഇനി ഞാൻ കരഞ്ഞാലും ആനന്ദ കണ്ണീരായിരിക്കണം വരേണ്ടത്. അമ്മ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നും നിനക്ക് മനസ്സിലായില്ലേ? നീ ഇങ്ങനെ തണുപ്പായിട്ട് പുതച്ചു മൂടിക്കിടന്നു കഴിഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാകുന്നത്? ഒന്നും മനസ്സിലാകില്ല. നിന്റെ കൂട്ടുകാരന് പണ്ടേ മനസ്സിലായി. അമ്മേ, ആവശ്യമില്ലാത്തത് ഓരോന്ന് ചിന്തിക്കാതെ പറയാതെ. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണോടാ? ഇതാണോടാ ഏറ്റവും ആവശ്യമുള്ള കാര്യം. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് പ്രതികാരം കൊണ്ട് നുരയുകയാണ്. ഇപ്പം ചിലപ്പോൾ അറിയാത്ത സ്ഥലമായതുകൊണ്ടാണ്. രാത്രി ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ
അലഞ്ഞു നടന്ന് ആടിത്തിമിർത്തേനെ. അമ്മേ, അമ്മയ്ക്ക് തലയ്ക്ക് സൂക്കടെന്ന് പിടിച്ചിരിക്കണം. എനിക്ക് തലയ്ക്കിട സൂക്കിട്, എവിടെയാ സൂക്കിടെന്ന് ഞാൻ പറയണോ എന്ന് പറഞ്ഞ് അമ്മായിമ്മ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? സംസാരിക്കടാ, ആവശ്യം വന്നാൽ സംസാരിക്കും. ഈ തണുപ്പത്ത് എൻ്റെ ദുഃഖം കണ്ട് എൻ്റെ കഥകൾ കേട്ടിട്ട് നീ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ. നിന്നെക്കൊണ്ട് എന്തിനു കൊള്ളാം? അമ്മേ, അമ്മ അതിര് കടക്കുന്നു. കടക്കുവടാ. ഇനിയിപ്പം നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഈ രാവിൽ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ഒഴുക്കിക്കളയും. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. അമ്മേ, ഇതൊരു അന്യ വീടാണ്. അവർ കേൾക്കും, അവരെ കേൾക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും നല്ല സിറ്റുവേഷൻ. ഇവിടെ നിന്നാകുമ്പോൾ നീ പുറത്തിറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറയും നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലെന്ന്. അതുകൊണ്ട് ഈ രാത്രിയിൽ എൻ്റെ ദുഃഖങ്ങൾ ഒഴുക്കിക്കളയാൻ നീ കൂട്ടു നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന്. ബാക്കി പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കാൻ അമ്മായിയമ്മ ഒട്ടും സമ്മതിച്ചില്ല. അവരെൻ്റെ വായ് പൊത്തിപ്പിടിക്കുകയായിരുന്നു. നിന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് മാത്രമേ ഇന്നെൻ്റെ ദുഃഖം ശമിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പൊയ്ക്കാൽ കുതിരമേൽ കയറിയിരുന്ന് തുള്ളുന്ന ഒരു നർത്തകിയെ പോലെയായിരുന്നു അന്നവർ. ഭ്രാന്തമായി എന്തൊക്കെയോ പുലമ്പി അവർ കറങ്ങുകയായിരുന്നു അതിവേഗം. പക്ഷേ അവരിടയ്ക്ക് എന്നെ അഭിനന്ദിച്ചു. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. സമയം ഒത്തിരി ഉള്ളതുകൊണ്ട് എൻ്റെ ദുഃഖം ഇന്ന് രണ്ടാമത്തെ വട്ടം പൂർണ്ണമായി മാറുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എനിക്കും മറുപടിയില്ലായിരുന്നു. ആദ്യത്തെ ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഒന്നുമല്ലാതാകുമല്ലോ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്തായാലും വയനാട്ടിൽ പോയി ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തിരിച്ചറിവിൻ്റെ വാതായനങ്ങളിൽ കൂടി പലവട്ടം കടന്ന് വന്നവരായി ഞങ്ങൾ. പിന്നീട് പലപ്പോഴും ഞങ്ങൾക്ക് സാഹചര്യം പല സമയത്ത് ഉണ്ടാക്കിയെടുക്കേണ്ടി വന്നു. കാര്യം അത്രയ്ക്കും ഇഴയെടുപ്പമുള്ള രണ്ട് സുഹൃത്തുക്കളെ പോലെയായി ഞങ്ങൾ. എന്തും പറയാം. എൻ്റെ ഭാര്യയോട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അമ്മായിമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. അങ്ങനെയായപ്പോൾ ഞങ്ങളുടെ സൗഹൃദം അത് സീമാതീതമായിരുന്നു. പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അവിടെയായി. അതിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളുമായിട്ടില്ലെങ്കിലും അമ്മ സന്തോഷവതിയായി പോവുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസമായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, അമ്മ ജോബിൻ്റെ കൂടെ കറങ്ങാൻ തമിഴ്നാട്ടിൽ പോവുകയാണെന്ന്. അവൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ്. ഇതുവരെ ഈ കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഞാൻ അറിഞ്ഞതായി ഭാവിച്ചിട്ടുമില്ല. അമ്മയോട് പറഞ്ഞു, വേണ്ട, ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, എൻ്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാൻ എനിക്ക് കൂടുതൽ കണക്ഷൻസ് ആവശ്യമാണ്. നീ അതിലെന്നെ നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു. എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എനിക്കത് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കുന്നു മാഡം. എന്ത് പറഞ്ഞാണ് അമ്മായിമ്മയെ പിന്തിരിപ്പിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന കാര്യം, എന്തിനാണ് അമ്മായിമ്മയെ പിന്തിരിപ്പിക്കുന്നത്? അവരവരുടെ ഇഷ്ടത്തിന് പോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോടല്ലേ കൂറും ഒക്കെ പുലർത്തി ജീവിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനൊരു കാര്യം സോൾവ് ചെയ്യാൻ പോയി അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് ഒരു രസമായി കണ്ട് എന്നും തുടർന്ന് പോകാവുന്നൊരു ബന്ധമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ പങ്കാളിയായിട്ട് കരുതേണ്ടത് നിങ്ങളുടെ ഭാര്യയാണ്. അവർ വിശ്വസ്തതയും സ്നേഹവും കൂറും പുലർത്തുന്നുണ്ടോ നോക്കുക. അല്ലാതെ അമ്മായിമ്മയുടെ ഇഷ്ടങ്ങൾക്കിടയിൽ നിങ്ങൾ കയറി ഭയങ്കര നിരാശാകാമുകനെ ഭാവമെടുത്ത് അണിയേണ്ട കാര്യമില്ല. അവർ ജോബിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും കറങ്ങോ എന്തെങ്കിലും ചെയ്യട്ട് അവരുടെ ജീവിതം. അവരിപ്പോൾ സ്വതന്ത്രയാണ്. അവരെന്തെങ്കിലും കാണിക്കട്ടെ. അതിൽ നിങ്ങൾ പൊസസീവ്നെസ് എടുത്തിട്ട് അവരുടെ പുറകെ പോകേണ്ട കാര്യവും നിരാശാകാമുകൻ്റെ വേഷം അണിയേണ്ട കാര്യവും ഒന്നുമില്ല. അവരുടെ ജീവിതമാണ്. അവർ എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾക്കതിനുള്ള യാതൊരു അവകാശം പോലുമില്ല അങ്ങനെ ഒരു ഭാവം എടുക്കാൻ. അതൊക്കെ നിങ്ങളുടെ ഭാര്യയുടെ കാര്യത്തിലെടുക്കുക. അത്രയേ ഉള്ളൂ. പ്രതികാരം വന്നാൽ ഉടനെ തന്നെ പല മഞ്ചലിലും ഏറി നടക്കുന്നത് അത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറെ കാര്യമുണ്ട്. ഇങ്ങനെ പല പാർട്ട്നേഴ്സ് ഉണ്ടാകുകയും അവരുടെ കൂടെ ചുറ്റിക്കറങ്ങി വന്നിട്ട് പിന്നെയും നിങ്ങളുമായി സൗഹൃദം പുലർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകും, അവർക്കും ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ആവശ്യമാണ്. പരസ്പരം ഒരു ധാരണ ആവശ്യമാണ്. അതേപോലെ തന്നെ സദാചാരം ചില സ്ഥലങ്ങളിൽ വേണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതും അത്യാവശ്യമാണ്. ഇതെല്ലാം മനസ്സിലാക്കി കുടുംബജീവിതത്തിന് പ്രാധാന്യം മനസ്സിലാക്കി വേണ്ട രീതിയിൽ നിങ്ങളൊരു കൗൺസിലിംഗ് കൊടുത്ത് വേറെ രീതിയിൽ ജീവിക്കേണ്ട ആളുകളാണ്. പക്ഷെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതം നോക്കുക എന്നുള്ള, അല്ലാതെ അവരുടെ പുറകെ നടക്കരുത്.